അവതരിപ്പിക്കുന്ന ചൂണ്ട എന്ന നാടകം തുടങ്ങാൻ പോവുകയാണ്. കൽക്കട്ടയിലെ കലാസ്നേഹികളെ, നാടകപ്രേമികളെ, ഇതാ നിങ്ങൾക്കായി വിഭവസമൃദ്ധമായ ഒരു കലാസദ്യ. കൽക്കട്ടയിലെ നാടകാചാര്യന്മാർ സ്ഥാപിച്ച മനസ്സെന്ന മഹാനാടക സംഘടനയുടെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് കൽക്കട്ടയിലുള്ള ഭാവശബ്ദാവിഷ്കാരത്തിന്റെ ഉജ്ജ്വല പ്രതിഭകൾ അവതരിപ്പിക്കുന്ന ശ്രീ രാജൻ തിരുവോത്തെഴുതി നമ്മുടെ അഭിമാന കലാകാരി ശ്രീമതി ശൈലജ പി ദാസ് സംവിധാനം ചെയ്യുന്ന സാമൂഹിക സംഗീത നാടകം ചൂണ്ട. ചെറിയ ലോകവും അതിൽ കുറെ മനുഷ്യരും നന്മയും തിന്മയും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടുന്ന ഈ ലോകം, സമ്പന്നരായ ഒരു പറ്റം കൂട്ടർ, സാധുക്കളുടെ മറ്റൊരു കൂട്ടം, പണത്തിന്റെ ഹൊങ്കിൽ എന്തുമാവാമെന്ന ധാർഷ്ട്യക്കാരുടെ ഈ ലോകം, ഈ ധാർഷ്ട്യത്തിന്റെ ക്രൂരതയിൽ പീഡിപ്പിക്കപ്പെടുന്ന കുറെ നിസ്സഹായർ, പണം കൊടുത്താൽ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ബലഹീനരായ സിൽബന്ധികൾ, അതിനിടയിൽ ബുദ്ധിമാന്മാരായ നിഷ്പക്ഷ വിഡ്ഢികളായി വിദൂഷക വേഷത്തിൽ തിമിർത്താടുന്നു. ജാതിയും മതവും നിറവും മണവും രാഷ്ട്രീയ വിദ്വേഷവും ചതിച്ചും വഞ്ചിച്ചും ഒന്നും കൊല്ലിച്ചും രണഭൂമി തീർക്കുന്ന ഈ ലോകത്ത് സ്വാത്വികനായ ഒരു പുരോഹിതൻ ധർമാധർമ്മങ്ങളുടെ പ്രത്യക്ഷമായ ഏറ്റുമുട്ടലിൽ വിഷലിപ്തമായ സമവാക്യങ്ങൾ രൂപപ്പെടുന്നതിന്റെ മാനസിക വ്യതയിൽ ഭയാനകമായ ജീവിത സത്യത്തെ കൈവിടാതെ സൂക്ഷിക്കുന്നു. ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടേണ്ട ദുർചിന്തകളും ഹീനപ്രവർത്തികളും വേർതിരിക്കാൻ വെള്ളമില്ലാത്തിടത്ത് ചൂണ്ടയിടുന്ന നിസ്സഹാനായ ഒരു സാധു മനുഷ്യൻ, 10 മാസം ഗർഭപാത്രത്തിൽ പേറി പെറ്റുമുലയൂട്ടി ഓമനിച്ച് മാതൃത്വം മുഴുവൻ നൽകി വളർത്തി വലുതാക്കിയ മകനാൽ പുതുവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഹതഭാഗ്യായ ഒരു വൃദ്ധയുടെ വിതുമ്പുന്ന വിളറിയ മുഖം. ഇതിനിടയിൽ ഈ ലോകവും അതിൽ കുറെ മനുഷ്യർ. കൽക്കട്ടയിൽ ആദ്യമായി ഒരു വനിത സംവിധാനം ചെയ്യുന്നുവെന്ന വിശേഷവുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന സാമൂഹിക സംഗീത നാടകം ചൂണ്ട. അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസിയുടെ സമൂഹം, ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നാം വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43-44. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദേഷിക്കുക എന്ന് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ശപിക്കുന്നവനെ അനുഗ്രഹിക്കണം, നിങ്ങളെ വെറുക്കുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ശപിക്കുന്നവനെ അനുഗ്രഹിക്കണം, നിങ്ങളെ വെറുക്കുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം. കർത്താവിൽ പ്രിയരേ, കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അരുളി ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സ്നേഹിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകുക? പാപത്തിന്റെ ഫലമായി പിറവിയെടുത്ത നാം എല്ലാവരും കർത്താവിന്റെ വഴിയിൽ സഞ്ചരിക്കില്ലെന്ന് കർത്താവിനറിയാം. അതിനാലാണ് ഇരുട്ടിന്റെ സന്തതികൾക്ക് വെളിച്ചത്തിലേക്ക് വഴി നയിക്കുവാനായി കർത്താവ് ഇങ്ങനെ അറിയിച്ചു. ഒരു കാര്യം ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ശാന്തിയും സമാധാനവും സന്തോഷവും ഇല്ലാതെ ഈ മാനവരാശി മുഴുവൻ എങ്ങോട്ടൊന്നില്ലാതെ നെട്ടോട്ടം ഓടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സ്നേഹിച്ചാൽ, കർത്താവിന്റെ വാക്കുകൾ ശ്രവിച്ച് അവന്റെ വഴിയിൽ സഞ്ചരിച്ചാൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഇവിടെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, വെളിച്ചമില്ലാത്ത വിളക്ക് പോലെയും ശപിക്കപ്പെട്ടപ്പോൾ ഉണങ്ങിപ്പോയ അത്തിവൃക്ഷം പോലെയും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി പരസ്പരം സ്നേഹിച്ച്
കർത്താവിൻ്റെ വാക്കുകൾ ശ്രവിച്ച് സൽഗുണസമ്പൂർണരാകുവിൻ. ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. എന്തൊരു ചാകര തന്നെയാണ്. എന്താ പ്രധാന നീ കാണിക്കുന്നത്? കണ്ടാലറിയില്ലേ, ഞാൻ ചൂണ്ടയിടുകയാണ്. ചൂണ്ടയിടാൻ ഇത് പുളിയോരമോ മറ്റാണോ പ്രധാന? പള്ളിവേലയുടെ ഏറ്റവും പരാതി പറ്റി വെള്ളമില്ലാത്തടത്ത് ചൂണ്ടയിടുന്നത് വിഡിത്തമല്ലേ പ്രഭാകര? ചുമ്മാ ഓരോന്ന് പറയാണ്ടിരിക്കു. അല്ല ഡോക്ടറെ, ഞാൻ എന്തെങ്കിലും തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ക്ഷമ ചോദിക്കാൻ സഹായം തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനൊരു ഡോക്ടറാണ്, ഒരു പുരോഹിതനുമാണ്. എന്നാലേ ഡോക്ടർ ചെല്ലേ, ഞാൻ ഇത്തിരി കൂടി ചൂണ്ടയിടും. ചൂണ്ടയിടുന്നത് വെള്ളത്തിൽ തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ. വലിയ വലിയ മഹാന്മാരും ചിന്തകരും ഒക്കെ വെള്ളമില്ലാത്തടത്തും ചൂണ്ടയിട്ടിട്ടുണ്ട്. കാണാ ചൂണ്ടയിടും മനുഷ്യരുടെ മനസ്സിലേക്ക്. അച്ചോ, ഞാനിപ്പോ ചൂണ്ടയിടുന്നത് ഈ ലോക ജനതയുടെ മനസ്സിന്റെ അടിത്തട്ടിലേക്കാണ്. അങ്ങ് ആഴത്തിലേക്ക്. തൽക്കാലം ചൂണ്ടയിൽ നിർത്തിയിട്ട് അകത്തി എന്ന് ചാക്കോച്ചോട് പറഞ്ഞ് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു, എന്നിട്ട് കുറച്ചേരം സ്വസ്ഥമായിട്ടിരിക്കേ. എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ട, എന്നും പോകുകയും വേണ്ട. ഞാൻ ഇന്ന് പ്രതീക്ഷിച്ചതിലേറെ കിട്ടി. ചാകരയാ ചാകര. കണ്ടില്ലേ, എന്റെ സഞ്ചി നിറച്ചുണ്ട്. സഞ്ചിയിൽ എന്തുണ്ടെന്നാ നീ പറഞ്ഞത്? ഡോക്ടർക്ക് എന്താ ചെവി കേൾക്കില്ലേ? ഞാൻ ചൂണ്ടയിടുന്നത് ഈ ലോക ജനതയുടെ മനസ്സിന്റെ അടിത്തട്ടിലേക്കാണ്. അവിടെ ചതി, വഞ്ചന, ജാതി, കൊള്ള, ഇതൊക്കെയാണ് ഞാൻ ഈ അത് കൊള്ളാം. എന്നിട്ട് തന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്ക് ചൂണ്ടയിട്ട് കിട്ടിയ ഈ ചതിയും വഞ്ചനയും ജാതിയും മതഭ്രാന്തവും ഒക്കെ കുറേശ്ശെയായി ഞാൻ ഈ ലോക ജനതയുടെ മനസ്സിലേക്ക് വിട്ടുകൊടുക്കും. അവിടെ കിടന്ന് വലുതായിക്കൊള്ളും. ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും കള്ളന്മാരും കൊള്ളക്കാരും ചതിയന്മാരും ജാതിഭ്രാന്തരുമായിക്കൊള്ളും. നിന്റെ രോഗം ഭേദമായി കൊള്ളം പറഞ്ഞ് നീ ആശുപത്രിയിൽ കടന്നു തുടങ്ങി. നിന്റെ അമ്മ എന്റെ ഉള്ളിൽ ഒന്ന് കരഞ്ഞു. നീ മരുന്ന് കഴിക്കാറില്ല, ആരെയും മനസ്സിലാക്കാറില്ല. എന്താ നിന്റെ ഭാവം? ഡോക്ടറെ, ഞാൻ ചൂണ്ടയിടുന്നതാണ് നിങ്ങൾക്കൊന്നും ഇഷ്ടമില്ല. എനിക്ക് ഇത്തിരി പണം കിട്ടുന്നതിനുള്ള അസൂയ. എന്റെ സഞ്ചിയിലുള്ള ജാതിഭ്രാന്തും മതഭ്രാന്തും ചതിയും വഞ്ചനയും ഒക്കെ പണം തന്നു വാങ്ങാൻ എന്തുമാത്രം ആളുകളെന്നറിയോ? പ്രഭാകരൻ വീണ്ടും ചാടിപ്പോ. ഇവന്റെ അമ്മ ഇവനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടല്ലോ. പിടിച്ചു ഏതെങ്കിലും എന്നിട്ട് ആശുപത്രിയിൽ ചെന്ന് അച്ഛൻ്റെ ശരിയല്ലോ, ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും അസൂയാണ്. വേണ്ട, അടുക്കണ്ട.
ഞാൻ ഈ ചൂണ്ട തന്നെ കണ്ണിലേക്ക് എറിയും. വേണ്ട പ്രധാന ചൂണ്ടയക്കുന്ന ഈ തരാനാ പറഞ്ഞത്. നീ ആ ചൂണ്ടയെ കൊടുക്കേ. പിന്നെ ഞാൻ തന്നത് തന്നെ ഇത് എന്നെയാ, എന്റെ സ്വന്തം. അപ്പോ എല്ലാവരും കൊണ്ട് ഓരോ ചൂണ്ട അനുമതി പുറത്തെടുക്കാനിട്ടാ. ചൂണ്ടക്കാരന്റെ ക്ഷമയെ കുറിച്ചും കാത്തിരിപ്പിന്റെ ദുഃഖത്തെ കുറിച്ചും ആർക്കും ഒന്നും പറയാൻ ബുദ്ധിജീവി വേണ്ട, അടുക്കണ്ട. കൊല്ലിഞ്ഞൻ നിന്നെയും നിന്നെ ഈ ഡോക്ടറെയും എത്ര തവണയാ ഇയാളെന്നെ സൂചി കൊണ്ട് കുത്തിയത്. എന്റെ അമ്മയെയും വേദനിപ്പിച്ചു. കൊല്ലിഞ്ഞൻ എന്തൊരു നല്ല പെയിനായിരുന്നു. നല്ല അറിവും ബുദ്ധി. പക്ഷെ എന്ത് ചെയ്യാം, മനസ്സിന്റെ താളം തെറ്റിയത്. ഏത് മനുഷ്യൻ ഇങ്ങനെ ആകെ തളർന്നു പോയച്ചോ. അവൻ എന്നെ അടിച്ചു വീഴ്ത്തി ഓടിക്കളഞ്ഞു. അവൻ പോയിക്കോട്ടെ, അവൻ ഇനിയും കഴിയും. എന്നാലൊരു തച്ചു ഒരു വല്ലാത്ത ജന്മം തന്നെയാണ്. എന്തൊരു ശക്തിയാണ് അവന്. ചാക്കോ, സുബോധമുള്ളപ്പോൾ നമ്മൾ പലതും കഴിച്ചു. അപ്പോൾ ശക്തി കുറയും. എന്നാൽ മനസ്സിന്റെ താളം തെറ്റി ചിന്തകൾ കഴിയും. അപ്പോൾ ശക്തി പോകും. അത് ഇങ്ങനെയാണ്. എന്നാലും വെച്ചു അച്ഛനൊക്കെ സഹിക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ചാക്കോച്ച, ഞാനൊരു സൈക്കാട്രിസ്റ്റ്. മനസ്സിന്റെ താളം തെറ്റുന്നവരാണ് എന്റെ അടുത്ത്. ഒരു നല്ല സംഗീതത്തിനെ പോലെയാണ് രാഗം നന്നായാലും താളം പിഴയ്ക്കുമ്പോഴാണ് സംഗീതം ആലോചനമായി. ജീവിതത്തിൽ താളം പിഴച്ച എല്ലാം കരുകയാണ്. അപ്പോൾ ഞാനിതൊക്കെ സഹിച്ചല്ലേടോ പറ്റൂ. നാമിച്ചിരിക്കുന്ന അച്ഛൻ എനിക്കിനി ഒന്നും പറയാനില്ല. എന്താ ഒരു ശബ്ദം? പൂർത്തിയായിരിക്കും അച്ഛൻ, ഞാനൊന്ന് നോക്കട്ടെ. ചാക്കോ, ചാക്കോ, സംശയിക്കണ്ട അച്ഛോ, അതൊരു പൂച്ചയാ. ഞാൻ കണ്ടു. താൻ എന്ത് കണ്ടു എന്നാണ് പറയുന്നത്? ഒരു പൂച്ചയെ, ഒരു വലിയ കണ്ട പൂച്ചയെ. കണ്ടപൂച്ചയാണോടോ കയ്യില്ലാത്ത വെടിനു ഓടി നടക്കുന്നത്? ഞാൻ കിടക്കുന്ന മുറിയിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങി ഓടുന്നത് താൻ കണ്ടോ? ഇല്ലച്ചോ. തന്റെ ശ്രദ്ധക്കുറവ് അറിഞ്ഞോ അറിയാതെയോ ഈ പള്ളിക്കും പള്ളിമേടയ്ക്കും ഉണ്ടാക്കുന്ന പേരുദോഷം ഏറെയാണ്. ഞാനൊന്നും കണ്ടില്ലായിരുന്നു അച്ഛോ. അതൊരു കണ്ടൽ പൂച്ചയല്ല എന്ന് മനസ്സിലാക്കാൻ നല്ലത്. മനസ്സിലായപ്പോ പരിചയമില്ലാത്ത ആരും ഈ പള്ളിമേടയ്ക്ക് വരും. ഒന്നും കൊണ്ടുപോകരുത്, ഒന്നും കൊണ്ടുവയ്ക്കുകയും വരുന്നത്. ഇല്ലച്ചോ, ഞാൻ അറിഞ്ഞോണ്ട് ഒന്നും നടക്കില്ല. ചിലപ്പോ ഓടിപ്പോയത് പ്രഭാകരനായി. അല്ല, പ്രഭാകരനല്ല. അത് മറ്റാരുമാണ്. എന്താണാവോ പട്ടികൾ നിർത്താതെ കുറയ്ക്കുന്നുണ്ടല്ലോ. വല്ല കള്ളന്മാരും ആയിരിക്കോ? ഏയ്, കള്ളന്മാരൊന്നും ആയിരിക്കില്ല. കട്ടുകൊണ്ട് പോകാൻ
എന്ത് വേണം? കുറച്ചു നേരം ഇരുന്നോട്ടെ. ഇങ്ങോട്ട് വരും. വല്ലാണ്ട് ദാഹമുണ്ട്. തൊണ്ട വല്ലാണ്ട് വരണ്ടിരിക്കുന്നു. കുറച്ച് വെള്ളം കിട്ടി നന്നായിരുന്നു. ഇപ്പൊ തന്നെ സമാധാനമായി കുഞ്ഞ്. നല്ല വിശപ്പുണ്ട്. ആഹാരം വലുത് കിട്ടി നന്നായിരുന്നു. കുറച്ചു നേരം ഇരിക്കും. ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ചാക്കോ, ആരായത്? അറിയില്ലല്ലോ. ഏതോ ഒരു തള്ള ഇപ്പോൾ കേട്ട് വന്നതാണ്. പുരോഹിതനാണല്ലേ? എന്തിനാ അമ്മച്ചി എഴുന്നേറ്റത്? അമ്മച്ചി ഇപ്പൊ വീഴുവാനില്ലേ? അമ്മച്ചി ഇവിടെ പുരോഹിതൻ ദൈവത്തിന്റെ പ്രതിരൂപമല്ലേ? നേരിൽ കണ്ടാൽ ബഹുമാനിക്കട്ടെ. പുരോഹിതന്റെ വേഷത്തിലായിരുന്നു ഞാനും ഒരു മനുഷ്യരുടെ എന്റെ പെറ്റമ്മ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും പ്രായക്കാർ എന്നെ ഒരു പുരോഹിതനായി കണ്ട് സ്നേഹത്തോടെ അടുത്തതിനാൽ സ്നേഹം, അടുപ്പം, ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായ കുഞ്ഞ്. എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാതെ പോയ സൗഭാഗ്യം കിട്ടും. അമ്മച്ചിക്ക് എല്ലാം ഇനി എപ്പോ കിട്ടും? വയസ്സ് എത്രയായില്ലേ? തൊലിയും മാംസമൊക്കെ ചുരുങ്ങി തുടങ്ങി. കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. കാഴ്ചയും മങ്ങി തുടങ്ങി. ഇനിയുള്ള കാലം അതെത്രയായാലും ശരി, ഇതെല്ലാം അമ്മച്ചി. അതെ, അമ്മച്ചി ഏതാ? അമ്മച്ചി എവിടെ നിന്ന് വരുന്നു? ആരൊക്കെ കുറേ ദൂരത്തു നിന്നാ വരുന്നത്. 2 ദിവസമായി ഈ നടത്തം. ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഇരുട്ടാകുമ്പോൾ നടക്കാൻ പറ്റാതെ വരും. കണ്ണ് തീരെയൊന്നും കിടങ്ങും. പിന്നെ ഒന്നും കാണില്ല. റോഡരികിലോ മരത്തണലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിലോ കിടക്കും. പിന്നെ പേപ്പുട്ടികൾ കടിച്ചു മുറിക്കുമോ? കൂട് കൊണ്ടടിച്ച് പുതയ്ക്കും. എന്ത് ചെയ്യാനാ മക്കളെ? എന്ത് ചെയ്യാനാ? എല്ലാം എന്റെ തലവിധി. അമ്മച്ചി ഇത് കഴിക്കും. അമ്മച്ചി അങ്ങോട്ടിരിക്കും. ചാക്കോ, ആ വഴിയിലിരിക്കും. അതിരിക്കട്ടെ, അമ്മച്ചി എങ്ങോട്ട് പോവുകയായിരുന്നു? സഹിക്കാൻ വയ്യ. ഇതൊന്ന് കഴിച്ചോട്ടെ. ചാക്കോ, കുറച്ച് വെള്ളം കുടിക്കും. സമാധാനായി കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കും. അമ്മച്ചിയുടെ ക്ഷീണമൊക്കെ മാറി. അതെ, അമ്മച്ചി എവിടെ പോവുകയായിരുന്നു? എല്ലാം മാറി. എന്റെ മകൻ, ഒരേ ഒരു മകൻ എന്നെ നടുറോട്ടിലേക്ക് പോയി കളഞ്ഞു. മക്കളെ ഗുരുവായൂരിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട്
കൊണ്ട് പോന്നതാ. ദൂരെ എവിടെയോ ഇറക്കി വിട്ടു. ഇപ്പം വരാമെന്ന് പറഞ്ഞ് അവൻ അങ്ങ് പോയി. കാത്തിരുന്ന് ഞാൻ തളർന്നു. അവൻ വന്നില്ല മക്കളെ, വന്നില്ല. അപ്പോൾ ഇത്രയും ദിവസം ഒന്നും കഴിച്ചിട്ടില്ല? ഇല്ല മക്കൾ, ഒന്നും കഴിച്ചില്ല. കണ്ണീര് കുടിച്ചു. 2 രാത്രി പകൽ അമ്മച്ചി കഴിച്ചു കൂട്ടി. എനിക്കിന്ന് ഇവിടെ കിടക്കാമോ മക്കളെ? എനിക്ക് തീരെ വയ്യ. അടിച്ചിടയ്ക്ക് വിടല്ലേ. ഞാനും ഒരമ്മയല്ലേ. അമ്മച്ചി ആരും ഇറക്കി. ഇത് ഇന്നത്തെ മാതൃത്വത്തിന്റെ പ്രതീകം. മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന അമ്മമാരുടെ ചിത്രം. അമ്മച്ചിക്ക് എന്റെ പുറകിൽ അമ്മയില്ലാത്ത എനിക്ക് ഒരമ്മയായി എന്റെ പുറകിൽ സുഖമായി അമ്മച്ചി അമ്മച്ചി എനിക്ക് വിശ്രമിക്കും. അങ്ങോട്ട് ഈ അച്ഛന് എന്തിന്റെ കേടാ? പള്ളിവേളയിൽ സുഖമായിരിക്കുമെന്ന് കരുതി ഓരോരുത്തരിഞ്ഞ് കേറി വന്നോളും. ഒന്നും നോക്കാനില്ലല്ലോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാനല്ലേ? ഏതല്ലേ ഈ പറഞ്ഞതൊക്കെ നേരിടുന്നതാണോ? അച്ഛനൊരു പാവമാണ്. ആരെന്ത് പറഞ്ഞാലും അവൻ വിശ്വസിക്കും. കിട്ടുന്ന ശമ്പളം മുഴുവൻ കണ്ടോരെ തീറ്റി പോറ്റാൻ ഉപയോഗിക്കാണ്. അതുകൊണ്ട് ചോദിച്ചതാ. എനിക്ക് കള്ളം പറഞ്ഞ് ശീലമില്ല. കള്ളം പറഞ്ഞ് ഞാൻ അന്നും നേടിയിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും. ഞാൻ പോയിക്കൂടാ. ഈ പള്ളിമേടിലെ സുഖമൊന്നും എനിക്ക് വേണ്ട. തെരുവോരത്തെ മരത്തണൽ ആരും നിഷേധിക്കില്ലല്ലോ. ഞാൻ പോയിട്ട് വരാം മക്കളെ, പോയിട്ട് വരാം. അമ്മച്ചി അമ്മച്ചി എവിടെയും പോകുന്നില്ല. ചാക്കോ, നീ പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടു. എപ്പോഴാണ് ചാക്കോ നിന്റെ മനസ്സിലെ സ്നേഹത്തിന്റെ പറ്റിപ്പോയത്? ഞാൻ അച്ഛനെ ഓർത്ത് പറഞ്ഞതാണോ? എന്നെ ഓർത്ത് പറയുന്നു. പള്ളിക്ക് വേണമായിരിക്കും നിന്റെ സേവനം. പക്ഷെ എനിക്കത് വേണമെന്നില്ല. എന്റെ സേവനം വേണ്ടത് പാവങ്ങൾക്കാണ്, അഗതികൾക്കാണ്. വേണ്ട മക്കളെ, വേണ്ട. ഞാൻ നിങ്ങൾക്ക് ആരുമല്ല. എനിക്ക് വേണ്ടി നിങ്ങൾ വഴക്കിടണ്ട. ഒന്നുപേറ്റ മകൻ പോലും തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട് ഒരഗതിയാണ് ഞാൻ. ഞാൻ പോയിക്കൂടാ മക്കളെ, പോയിക്കൂടാ. അമ്മച്ചി ക്ഷമിക്കും. അച്ഛോ, ഞാൻ പറഞ്ഞത് തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കും അച്ഛോ. മാപ്പ് ചോദിക്കേണ്ടത് എന്നോടാണ്. നീ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ച ഈ അമ്മച്ചിയോട്. അമ്മച്ചി എനിക്ക് മാപ്പ് തരും. തിരക്കിട്ട പണിയിലാണല്ലോ. നിങ്ങളാരാ? പറയാം, പണിയൊക്കെ നടക്കുന്ന അതങ്ങ് നടന്നോളൂ. അല്ല, നമ്മൾ ആദ്യമായി കാണുകയല്ലേ? നിങ്ങൾക്ക് എന്റെ പേരെങ്ങനെ അറിയാം? ചാക്കോയെ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ടാണ്. ഇനി ഞങ്ങളെ പരിചയപ്പെട്ട ഞാൻ MK മേനോൻ. ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്നു. ഇതെന്റെ പാർട്ട്ണർ ഫൈസൽ മുഹമ്മദ്. ഇത് ഡോക്ടർ ഇന്ദുമതി. ചാക്കോയെ കുറച്ച് സഹായം നിങ്ങൾക്ക് ആവശ്യം. ചാക്കോയുടെ ജോലി കഴിഞ്ഞ്
സാവകാശം സംസാരിക്കാം. ഞാനെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു. അത് നന്നായി. നമുക്ക് ഈ ലോകം തന്നെ ഒന്ന് വൃത്തിയാക്കണ്ടേ? നിങ്ങൾ വന്ന കാര്യം പറയൂ. ഡോക്ടർ തോമസ് നല്ലവനാണ്. അത് ചിലപ്പോ എന്താ സംശയം? പാവങ്ങളുടെ ദൈവമാണ് അദ്ദേഹം. Yes, absolutely right. പ്രസിദ്ധനായ സൈക്യാട്രിസ്റ്റ്, സൽസ്വഭാവി, പള്ളിവക സ്ഥാപനത്തിന്റെ തലവൻ, സത്യസന്ധനായ പുരോഹിതൻ. പക്ഷെ ഒരു കടുപ്പെടുത്തക്കാരൻ. അതല്ലേ ശരി. ആവശ്യമുള്ളത് കടപ്പെടുത്തുന്നുണ്ട്. അധികം വിശദീകരിക്കണ്ട. പറയൂ, എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്? പറയാം. ഞങ്ങൾക്ക് ഡോക്ടർ തോമസിന്റെ ഒരു സഹായം വേണം. അത് നേടിത്തരാൻ ചാക്കോ ഞങ്ങൾക്ക് സഹായിക്കും. അതിനുള്ള പ്രതിഫലം പണം. പണം ഞങ്ങൾ എത്ര വേണമെന്ന് ചാക്കോ, പള്ളി വേണമെങ്കിൽ ഈ ചില്ലറ പണിമുണ്ട് എന്ത് നേടാനാണ്? ചാക്കോക്ക് കുടുംബത്തിൽ നന്നാവട്ടെ. നല്ല വീട്, കാറ് ഒക്കെ വേണ്ടേ? ഇതൊന്നുമില്ലാതെ എന്ത് ജീവിതമാണ് ചാക്കോ? ഞാൻ സമ്മതിച്ചു. എന്ത് വേണോ നിങ്ങൾ പറഞ്ഞാൽ പറയാം. ഞങ്ങൾ ഡോക്ടർ തോമസിനോട് സഹായിക്കും. ചാക്കോന്ന് പിന്താങ്ങിയാൽ മതി. വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞങ്ങൾ പിന്നീട് പറയാം. ചാക്കോ, ഞങ്ങൾ ബിസിനസ് ഔഷധം ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന മരുന്ന് ഡോക്ടർക്ക് കൊടുക്കുന്നു. അതിന്റെ പ്രതിഫലം വാങ്ങും. ലാഭത്തിന്റെ നല്ലൊരു പങ്ക് അത് ചാക്കോയ്ക്കുള്ളതാണ് എന്ന് പറയുന്നു. ചാക്കോ എന്തൊന്നും പറയാത്തത്? ചാക്കോയ്ക്ക് കുടുംബത്തിൽ ഒരു നല്ല ജീവിതം വേണ്ടി വേണം. അതിൽ ചതിയില്ല, വഞ്ചനയില്ല. പാടത്ത് പണി, വരമ്പത്ത് കൂലി. ഞാൻ സമ്മതിച്ചു. എന്ത് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ചാക്കോ, അച്ചോ, നമസ്കാരം ഫാദർ. നമസ്കാരം. ഡോക്ടറെ ഒന്ന് കാണണമെന്ന് പരിചയപ്പെടണമെന്ന് ഓർക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. കണ്ടു, സന്തോഷമായി. വന്ന കാര്യം പറയും. പറയാം. ഞങ്ങൾ ഇവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ പോയി. നിങ്ങളുടെ ആസ്പത്രിയുടെ തൊട്ടടുത്ത് എക്യുപ്മെന്റ്സും സാമഗ്രികളൊക്കെ വന്നു കഴിയുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഉദ്ഘാടനം. മിനിസ്റ്ററാണ് ഉദ്ഘാടനം. മുഖ്യാതിഥി താങ്കളുടെ സ്വന്തം പിതാവ് അപ്പച്ചനാണ്. അതെ, അദ്ദേഹമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ചെയ്തു. അദ്ദേഹത്തെ ഞങ്ങൾ വേണ്ടതുപോലെ കണ്ടിട്ടില്ലേ? ഞങ്ങൾക്ക് ഇവിടെ ഒരു ഔഷധ നിർമ്മാണശാലയിൽ എല്ലാ മരുന്നുകളും ഞങ്ങളോട് ഉത്പാദിപ്പിക്കുന്നു. പ്രത്യേകിച്ചും മനോരോഗികൾക്കുള്ളത്. നിങ്ങളുടെ മരുന്നുകൾ ഞാൻ വാങ്ങണം. അതല്ലേ പറയാൻ വന്നത്? അതെ, അത് തന്നെ. അത് മാത്രം പോരാ, താങ്കളുടെ വിലയേറിയ സേവനം ഞങ്ങളുടെ ആസ്പത്രിക്ക് ആഴ്ചയിൽ 2 ദിവസം വേണം. അതിനുള്ള ശമ്പളം ഞങ്ങൾ എത്ര വേണമെങ്കിലും തരും. രണ്ടിനും ഞാൻ തയ്യാറാണ്. എന്റെ രോഗികൾക്കുള്ള മരുന്നുകൾ എന്റെ ആശുപത്രിയിൽ അതുണ്ടായി. ചാക്കോ, അച്ചോ, എനിക്കുള്ള ഭക്ഷണം തന്നെ എല്ലാം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. വന്ന കാര്യം കഴിഞ്ഞെങ്കിൽ എന്നോട് പോകാൻ മതി. ശരിയച്ചോ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഡോക്ടറിന്റെ മൊബൈൽ ഫോൺ ഒന്ന് വീട്ടിലേക്ക് വിളിക്കാൻ ഞാൻ ഇറങ്ങിയപ്പോൾ കൊച്ചുകളെ സ്കൂളിൽ മൊബൈൽ മറന്നു. ആവശ്യം കഴിഞ്ഞാൽ കൊണ്ടിരിക്കാൻ ശരിയച്ചോ. ഹലോ, എല്ലാം പറഞ്ഞതുപോലെ അത് വിളിച്ചത് ഈ നമ്പറിലാണെന്ന് പ്രത്യേകം ഒന്ന് രേഖപ്പെടുത്തിയാലോ? ഓക്കെ. ആ, ചാക്കോ, എല്ലാം വിചാരിക്കുന്നു. അതിന് ഡോക്ടർ തോമസ് ആവശ്യം. ഞങ്ങളുടെ സ്പെഷ്യൽ മരുന്നുകൾ കൊറിയൻ കൊടുക്കുന്നു. അവർ ചാക്കോയെ സ്വകാര്യമായി ഇത് വാങ്ങി എല്ലാം ചാക്കോയുടെ പിടിച്ചുപോലെ
ഞാൻ ഏറ്റു. ചാക്കോയ്ക്കുള്ളത് ഞങ്ങൾ നേരിട്ട് തരും. ഒന്നും രണ്ടും അല്ല, ലക്ഷങ്ങൾ. കളിക്ക് മറിഞ്ഞിട്ടുണ്ടല്ലോ. വലിയ വലിയ തീരുമാനങ്ങൾ വലുതെന്തൊക്കെയോ ഇത് കുരുങ്ങും. നീ വിജയം വന്നോ പ്രഭാകര? വലിയ വലിയ തീരുമാനങ്ങളാണ് ഡോക്ടറെ. വലിയതെന്തോ സംഭവിക്കുന്നുണ്ട്. 3-4 സാധനങ്ങൾ കിട്ടി. ജാതിഭ്രാന്തൻ, കുതികാൽ വെട്ട്, കൊള്ളിവെപ്പ്, കുത്തിത്തിരിപ്പ്, ഭീഷണി. എനിക്ക് സന്തോഷമായി. നീ എന്തൊക്കെയാണ് ഈ കുഴപ്പുന്നത്? എനിക്കൊന്നും മനസ്സിലാവും. ഡോക്ടറെ, ലോക മനസ്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. ലോകത്ത് പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാണ് അടിത്തട്ടിൽ ഇത്രയേറെ ചൊടികൾ. എനിക്കിത് കിട്ടിയത് കണ്ടോ? ഞാനിത് കൊത്തി നുറുക്കി എല്ലാവരുടെയും മനസ്സിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കും. നശിക്കട്ടെ. പ്രഭാകര, ഡോക്ടറെ, നിങ്ങൾ മഹാഭാരതം വായിച്ചിട്ടുണ്ടോ? എന്ത് പ്രഭാകര? ഗാന്ധാരിയുടെ ഉദരത്തിലെ മാംസപിണ്ഡം കൊത്തി നുറുക്കി 101 നെയ്പാത്രത്തിലാക്കി വെച്ചു. പുറത്തു വന്നതോ 101 ക്രൂരന്മാർ. ഡോക്ടറെ, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന സ്നേഹവും പ്രണയവും സത്യസന്ധതയും ഇതൊന്നും ഇവിടെ ആർക്കും വേണ്ട. എല്ലാവർക്കും വേണ്ടത് ജാതി, മതം, ചതി, വഞ്ചന, കൊള്ള, ഇതൊക്കെയാണ്. പ്രഭാകര, എനിക്കിനിയൊന്നും പറയാനില്ല. പക്ഷെ ഇത്തരം ചിന്തകൾ അത് നല്ലതല്ല. അത് ആപത്താണ്. പ്രസിദ്ധനായ സൈക്കാട്രിസ്റ്റ്, പുരോഹിതൻ, നിങ്ങൾക്കൊന്നും പറയാനില്ല. എന്റെ മുന്നിൽ തോറ്റെന്ന് പറയൂ, കീഴടങ്ങി എന്ന് പറയൂ. ചാക്കോ, എന്നെ വിളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടു. ശരി. നശിപ്പിക്കുക എല്ലാവരുടെ മനസ്സിലും ജാതിഭ്രാന്തം, മതഭ്രാന്തം വിതച്ച് ഞാനിവിടെ കുറയ്ക്കണം. ആരാണ് നിങ്ങൾ? പഠിച്ചിരുന്ന കാലത്ത് യുവത്വം പൂത്തുലഞ്ഞു നിന്ന കാലം അന്ന് നിന്റെ കൂടെ
നിലാവിനെ പാൽ കറിക്കും എന്റെ നീയും എനിക്ക് തന്നെ അറിയില്ല. നോക്കൂ തോമസ്, ഞാൻ പ്രണയമാണ്. നിന്റെ ഉള്ളിൽ ഞാനും ഉണ്ടായിരുന്നു. നിന്റെ വരണ്ട ചിറകുകളിലേറി നീ പറന്നു നടക്കാത്ത പൊന്മേടകൾ ഉണ്ടായിരുന്നു. നിന്റെ സഹപാഠിയായിരുന്ന ലളിതാംബികയുടെ പാർക്കിലും ബീച്ചിലും കൈകോർത്ത് നടന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു നിന്റെ മനസ്സിനകത്ത്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ മനസ്സിൽ നീയോ? പ്രണയമോ? വരൂ, നമുക്കൊരിക്കൽ കൂടി കാടുകളിലൂടെ പറന്ന് നടക്കാം. താഴ്വാരങ്ങളിൽ ചെന്ന് പൂക്കൾ പറിക്കാം. വീട് കിടക്കുന്ന നക്ഷത്രങ്ങളിലേക്ക് ചുവരിക്കാം. താമര പൊയ്കെ നീന്തി തുടിക്കാം. ഇല്ല, ഞാനിതെവിടേക്ക്? ഞാനൊരു പുരോഹിതനാണ്. തോമസ്, നീ നിന്റെ ജീവിതത്തിന്റെ പഴയ രീതികളെടുത്ത് വഹിച്ചു. അത് എന്നെ സാക്ഷിയാക്കി നീ നിന്റെ ലളിതക്കെഴുതിയ വലിയ ലേഖനങ്ങൾ ഇപ്പോഴും നിറമങ്ങാതെ കിടപ്പുണ്ട്. എന്തോ എനിക്ക് ഓർമ്മയില്ല. തോമസ്, എല്ലാ കാമുക ഹൃദയങ്ങളും പതിയുന്ന വാക്കുകളാണിത്. തോമസ്, നീ ഏത് തിരമാല പൗരോഹിത്യത്തിന്റെ കൊടും കാറ്റിൽ ഓടി ഒളിച്ചാലും നിനക്ക് നിന്റെ പ്രണയവർണ്ണ തൂവലുകൾ പിഴുതെറിയാനാവില്ല. എന്നെ വിഷമിപ്പിക്കാതിരിക്കും. എനിക്ക് വല്ലാതെ തളർച്ച വരുന്നു. എനിക്കൊന്ന് വിശ്രമിക്കണം, ഒന്ന് ഇരിക്കണം. തോമസ്, നിന്നെ ഞാൻ എന്റെ ചിറകിലേറ്റു. നിനക്കായി ഞാൻ സംഗീതം പൊഴിക്കാം. പ്രിയനെ, വരൂ, നിന്റെ ചിറകിലേറി നമുക്ക് നിന്റെ ലളിതാംബികയുടെ അവൾ നിന്നെ മടിയിലിരുത്തി കവിത പാടുന്നു. വേണ്ട, വേണ്ട. അവൾ എന്നെ വിട്ടുപോയതാണ്. അവളിന്ന് മറ്റൊരു ഭാര്യയാണ്. എന്റെ മനസ്സിൽ നിന്ന് അവൾ പറന്നു പോയതാണ്. ഓർമ്മിപ്പിക്കരുത്, ഓർമ്മിപ്പിക്കരുതൊന്നും. അപ്പോ നിനക്കെല്ലാം ഓർമ്മയുണ്ടല്ലേ? തോമസ്, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ശവകുടീരമുണ്ടാവും. പ്രണയത്തിന്റെ ശവം. തോമസ്, വരൂ, നമുക്കിനിയും പറന്ന് പറന്ന് നടക്കാം. ചാക്കോ, ആരുള്ളത്? ഏതെങ്കിലും അഗതികളായിരിക്കും വെച്ചോ. ഞാൻ നോക്കട്ടെ. അച്ചോ, പോലീസ്! ആരാണ് ഡോക്ടർ തോമസ് ജോസഫ്? ഞാനാണ് തോമസ്. ഓഹോ, നിങ്ങളെനിക്ക് നന്നായിട്ട് അറിയാം. എന്നിരുന്നാലും പേര് ചോദിച്ചൊന്ന് ഉറപ്പുവരുത്തിയെന്ന് മാത്രം. അതെ, എനിക്ക് താങ്കളുടെ ചിലവ് ചോദിച്ചറിയാനുണ്ട്. ചോദിക്കാമല്ലോ ഇൻസ്പെക്ടർ. ആശുപത്രിയുടെ പേര് പറഞ്ഞാൽ അതിന്റെ മറവിൽ മയക്കുമരുന്നും നാടൻചാരായ വിൽപ്പനാണ് നിങ്ങളുടെ ഏർപ്പാടെന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ശരിയാണോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇൻസ്പെക്ടർ? എന്റെ സ്വപ്നത്തിൽ പോലും ചെയ്യുന്ന കാര്യമാണ്. ഡോക്ടർ തോമസ്, എനിക്ക് താങ്കളോട് വ്യക്തിപരമായി യാതൊരു വിരോധമില്ല. ഉള്ളത് സ്നേഹവും ബഹുമാനവും.
കാരണം എന്റെ സഹോദരന്റെ രോഗം മാറ്റിയത് താങ്കളാണ്. അത് എനിക്കുള്ള ആദരവ് നിർത്തിക്കൊണ്ട് ചോദിക്കുക, താങ്കൾ എന്തിനു വേണ്ടി പണിയൊക്കെ ചെയ്യുന്നത്? ആർക്ക് വേണ്ടി പറയൂ. ഇത്ര ഹീനമായ ഒരു കാര്യം ചെയ്ത് പണം സമ്പാദിക്കാൻ ആവശ്യമില്ല. എന്റെ ശമ്പളം പോലും പാവങ്ങൾക്കായി കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കിട്ടിയ വിവരമനുസരിച്ച് ഈ പള്ളിമേടയ്ക്കകത്ത് താങ്കൾ മയക്കുമരുന്നും വാറ്റുകാരായും ഒളിപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്? അങ്ങനെ ഒന്നുമില്ല ഇൻസ്പെക്ടർ. ഞങ്ങൾക്ക് ഈ പള്ളിമേട ഒന്ന് സെർച്ച് ചെയ്യണം. ഇൻസ്പെക്ടർ, ഞാൻ പറയുന്നത് സത്യമാണ്. എന്റെ പള്ളിമേടയ്ക്കകത്ത് അങ്ങനെ ഒരു സാധനവും സൂക്ഷിച്ചിട്ടില്ല, ഇനിയോട്ട് സൂക്ഷിക്കുകയില്ല. ഇല്ലെങ്കിൽ നല്ലത്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യും. നിയമത്തിന് വിട്ടുകൊടുക്കും. സമ്മതം. ഈ ബണ്ടൽ നിറയെ മയക്കുമരുന്നാണ്. ഓഹോ, അപ്പോൾ താങ്കൾക്ക് ഒന്നും അറിയില്ല. ഇതൊക്കെ പിന്നെന്താണ്? എനിക്കൊന്നും അറിയില്ല ഇൻസ്പെക്ടർ, സത്യമായും അറിയില്ല. ഒളിച്ചു കളിക്കണ്ട. മയക്കുമരുന്നുണ്ടാക്കുന്ന കമ്പനിക്ക് മരുന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താങ്കളുടെ ഫോണിൽ നിന്ന് വിളിച്ച കോളുകളുടെ റെക്കോർഡാണ് എന്റെ അടുത്തുള്ളത്. സ്വന്തം വീട്ടിലേക്ക് വിളിക്കാനാണ് മിസ്റ്റർ MK എന്റെ ഇന്ന് ഫോൺ വന്നു. അതൊക്കെ താങ്കൾക്ക് കോടതിയിൽ പറയാം. എന്താ പറഞ്ഞത്? അത് MK മേനോനാണ് വിളിച്ചത്. ഓക്കെ, സമ്മതിച്ചു. ഈ ബാക്കിയാരെയും എവിടെ നിന്ന് കിട്ടി? എനിക്കറിയില്ല ഇൻസ്പെക്ടർ. തീർന്നില്ല, ഇനിയുണ്ട് പരാതികൾ. സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി താങ്കൾ ഇവിടെ സ്ത്രീകളെയും വരുത്താറുണ്ടെന്ന് പരാതി പറയുന്നു. ശരിയാണോ? ഇൻസ്പെക്ടർ, ഞാനൊരു ഡോക്ടറാണ്. എന്റെ രോഗികളായി സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ വരും. പുരുഷന്മാർ സ്ത്രീകളോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും തെറ്റായി കാണുന്നു. സമൂഹത്തിന്റെ കുഴപ്പമാണ്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. സോറി ഡോക്ടർ, തെളിവുകളൊക്കെ താങ്കൾക്കെതിരാണ്. എനിക്ക് താങ്കളെ അറസ്റ്റ് ചെയ്തേ മതിയാവും. എന്താ ഇത്? നിങ്ങൾ പറയുന്നതല്ല ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്റെ മോനെ എങ്ങോട്ട് കൊണ്ടുപോകാം? കൊണ്ടുപോയേ പറ്റൂ. അരുത് മക്കളെ, അരുത്. ഇവൻ നിരപരാധിയാണ്. പാവങ്ങളുടെ എനിക്ക് ആശ്രയമാണ്. മാറി നിൽക്കുന്നതാണ്. ഡോക്ടർ, ഞാൻ താങ്കളെ കസ്റ്റഡിയിൽ എടുക്കാൻ. അരുത്, അരുത്. നിങ്ങൾ ഇവനെ കൊണ്ടുപോകരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊണ്ടുപോകാം, എന്നെ കൊല്ലാം. മക്കളെ, നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഞാനൊരു സത്യം പറയാം. ഈ മരുന്നുകളും ചാരായവും എല്ലാം ഇവിടെ സൂക്ഷിച്ചത് ചാക്കോയാണ്. ഞാനാണ് സാക്ഷി മക്കളെ, ഞാനാണ് സാക്ഷി. അമ്മച്ചി വിഷമിക്കും. ഇവർക്ക് വേണ്ടത് എന്നെയാണ്. ഇൻസ്പെക്ടർ, എന്നെ വിലക്ക് വെച്ചു. അതിനു മുമ്പ് ഈ വെള്ളവസ്ത്രം കഴിച്ചു. ഇത് നിഷ്കളങ്കതയുടെ പ്രത്യേകമാണ്. ഇതും കടിയിലെ വിലങ്ങും തമ്മിൽ പൊരുത്തപ്പെടില്ല. വേണ്ട, കഴിക്കണ്ട. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവും. ചാക്കോയെ ഞങ്ങൾ കൊണ്ടുപോകും. എങ്കിലും താങ്കൾ കൂടെ വരേണ്ടി വരും. നോക്ക, ഞാൻ അവരുടെ പ്രലോഭനങ്ങളിൽ മയങ്ങിപ്പോയി. ചാക്കോ, നിന്റെ സത്യം തിരിച്ചറിയുന്നത് നീതിപീഠം നിന്നെ രക്ഷിക്കട്ടെ. ഞാനൊരു അമ്മയാണ്. സ്വന്തം പെറ്റ മകനാൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മ. ഞാനൊരു കാര്യം പറയട്ടെ. ഈ ലോകത്ത് പണമാണ് വലുത്. യുവദാസിനെ
കടലാസിന്റെ വെള്ളിക്കാശ് പോലും വ്യാജമായി നിർമ്മിച്ച് വിശ്വാസികളെ കബളിപ്പിച്ച് പണം വാങ്ങുന്നവരുടെ നാടാണിത്. ഇവൻ എന്റെ മകൻ, എനിക്ക് പ്രിയപ്പെട്ടവൻ. ഇവൻ മുൾക്കിരീടം ചൂടേണ്ടവനല്ല. സത്യാസത്യങ്ങളുടെ നിറവേദം ഞങ്ങൾക്ക് നന്നായി അറിയാം. എന്നാലും എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. പ്ലീസ് മോനെ, പണ്ടാരോ പറഞ്ഞത് ശരിയാണ്. തോണിൽ കൈയിട്ട് നടക്കുന്നവനെ പോലും കണ്ണടച്ചങ്ങ് വിശ്വസിക്കരുത്. പോരാണെന്ന് അറിയില്ല, സ്വന്തം കാര്യലാഭത്തിനായി നമ്മുടെ കഴുത്തിൽ കൈ കൊടുക്കുന്നത്. നിനക്ക് നിന്റെ തിരുവസ്ത്രം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഞാൻ നിന്റെ അപ്പച്ചനായത് നിന്റെ ഭാഗ്യം. ബോധ്യമായില്ലെന്നുണ്ടോ? ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു കേസായിരുന്നു. എന്നിട്ടും എന്റെ കഴിവുകൊണ്ട് ഞാനത് വാങ്ങുന്നത്. ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല. ശരീരത്തിൽ റോഹയും പണിഞ്ഞ് മയക്കുമരുന്ന് കച്ചവടം, കള്ളച്ചാറായ കച്ചവടം, വ്യഭിചാരം, നാണക്കേട്. എനിക്ക് മാത്രമല്ല, ഈ ഒരു സമുദായത്തിന് മുഴുവൻ നീ മാനക്കേട് ഉണ്ടാക്കി. നാണക്കേട്? എനിക്ക് നാണക്കേട് തോന്നില്ല. എന്നെങ്കിലും ഈ ലോകത്തിന്റെ തിരിച്ചറിയും എനിക്കതിൽ സംശയമില്ല. എനിക്ക് ശരിക്കും സങ്കടമാണ്. എന്റെ ഒരേ ഒരു മകനായ നിനക്ക് വേണ്ടി, നിന്റെ സുഖജീവിതത്തിനും പഠിപ്പിനും മികവിനും വേണ്ടി ഞാൻ സഹിക്കാത്ത വിഷമങ്ങളില്ല. നിന്നെ ഞാൻ പഠിപ്പിച്ച് ഡോക്ടറാണ്, വിദേശത്തയച്ച് ഉന്നത ബിരുദം പഠിപ്പിച്ചു. ഒടുവിൽ എല്ലാം നീ നശിപ്പിച്ചു. എനിക്ക് പള്ളിക്ക് നീ മാനങ്ങളുണ്ടാക്കി. എന്റെ അപ്പന് എന്നെ ഓർത്ത് ദുഃഖം. എന്തൊരു കല്ല് വെച്ച തുണയാണ്. എന്താ തോമസ്, നിനക്കെന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടം അത് കെട്ടിയേൽപ്പിക്കേണ്ട ഒന്നല്ല, സ്വയമേ ഉണ്ടാകേണ്ടത്. ഞാൻ ചെയ്യുന്ന തെറ്റെന്താണ്? നിന്റെ ഈ മൗനം നിങ്ങളെ കുറ്റബോധമാണ് കാണിക്കുന്നത്. എന്റെ ഉള്ളിൽ ആളിക്കത്തുന്ന അമർഷത്തിന്റെ തീയടക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് എന്റെ മൗനം. അപ്പോൾ നീ എന്ന് വെറുക്കുന്നു അല്ലേ? അതെ, പക്ഷെ വെറുതെയല്ല. നീ ഏതോ ഒരു പെണ്ണിനെ പ്രണയിച്ചു, അതെനിക്ക് ഇഷ്ടമല്ലായി. ഞാൻ അതല്ലെങ്കിൽ ഇല്ലാണ്ടായി. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതും ഞാൻ ചെയ്ത നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. എല്ലാ അപ്പന്മാരും പറയുന്നത് അതുകൊണ്ട് എന്റെ അമ്മച്ചെടുത്തതിന് ശേഷം അത് മരണമോ അതോ കൊലപാതകമോ എനിക്കെന്നും സംശയം. അതിനുശേഷം നിങ്ങളെന്നെ ഏൽപ്പിച്ചത് ആരെയാണ്? നായെ, നിങ്ങളുടെ ഇഷ്ടക്കാരി. എനിക്കിഷ്ടമില്ലാത്ത ഭക്ഷണം എനിക്ക് കോരിത്തന്നു. എനിക്കിഷ്ടമില്ലാത്ത വസ്ത്രം എന്നെ ധരിപ്പിച്ചു.
കണ്ടം തളിച്ച് നിർബന്ധം കൂട്ടവൾ, കൂലിപ്പണം വാങ്ങി നിങ്ങളെ സുഖിപ്പിച്ചവൾ, മോശത്തിന്റെ മുദ്രയായി ആ സ്ത്രീയുടെ മുഖം ഇന്നും ഈ നെഞ്ചിനകത്തുണ്ട്. നീ എന്റെ നിലയും കളയരുത്. നീ എന്റെ മകനാണ്. നിനക്ക് പേരിട്ടത് ഞാനാണ്. അവിടെയും അധികാരത്തിന്റെ ശബ്ദം. പേരിന്റെ മാത്രം ഇന്നെനിക്ക് അപമാനമാണ്. വെട്ടിക്കളയും. പിന്നെ നിങ്ങളുടെ നിലയും വിലയും ബലവും എന്റെ അപ്പന്റെ സമ്പന്നതയുടെ നടുവിൽ കൊടിയ ദാരിദ്ര്യം അനുഭവിച്ചതാണ്. ദാരിദ്ര്യം ലക്ഷങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി മുടക്കിട്ടുണ്ട്. ദാരിദ്ര്യം അപ്പച്ച, ദാരിദ്ര്യം നഗ്നതയാണ്. ഒരു കാര്യമായി അതിന്റെ അപമാനം ഇന്നും എന്നെ വേട്ടയാണ്. എന്റെ അധികാരവും സമ്പത്ത് മുഴുവൻ ഞാൻ നിനക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അതാണോ നിന്നെ ദുഷിപ്പിച്ചത്? അധികാരം, സമ്പത്ത് രണ്ടും വലിയ വിഷം. ഏത് കരയും തിരികളയും. എന്റെ അമ്മയുടെ മരവും അങ്ങനെ നിങ്ങൾ കഴുകിക്കളഞ്ഞ ഒരു കലയല്ലേ? എന്റെ അമ്മയെ ഞാൻ എത്തിയിരുന്നാ പറയുന്നേ. രോഗിയായ അവൾ മരിച്ചു. അത് മറ്റൊന്നാണ്. നിങ്ങൾ എന്തു ചെയ്തത്? നിങ്ങൾ രോഗികൾക്കല്ല ഭ്രാന്തൻ. നിനക്കാണ് ശരിക്കും ഭ്രാന്തൻ. സത്യം പറയുന്നവരെ നിങ്ങൾ ഭ്രാന്തരാക്കും. നീ നശിക്കും. ഞാനത് കാണും. നിന്നെ ഈ പള്ളിയിൽ നിന്നും ആശുപത്രിയിൽ നിന്നും അടിച്ചിറക്കും. പക്ഷേ ജനഹൃദയങ്ങളിൽ ഞാനുണ്ടാവും. എനിക്ക് അമ്മ കത്തിയെന്ന് കണ്ടവനാക്കിയ അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ് പാവങ്ങൾക്കായി ജോലി ചെയ്യുന്നത്. അപ്പോൾ നീ എന്നെ കരുതേക്കുന്നത് ഒരുങ്ങിയിരിക്കുകയാണല്ലേ? സ്വതവേ കറുത്ത ജോലിക്ക് വെള്ളം കുശാൽ ഞാനൊരു പെയിന്റൊന്നുമല്ലല്ലോ. നീ ഇപ്പോൾ പാപത്തിന്റെ സന്തതിയാണ്. നീ നശിക്കും. നിന്നെ ഞാൻ നശിപ്പിക്കും. നീ സൂക്ഷിച്ചോ. നീ പിന്നെ തുടങ്ങിയോ പ്രധാന? നീ എന്താണ് കാണിക്കുന്നത് നിനക്ക് അറിയാമോ? ഞാൻ എത്ര തവണ പറഞ്ഞതാ, ഞാൻ ചൂണ്ടയിടുന്നു. മനുഷ്യ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് ചൂണ്ടയിടുന്നു. എന്തൊക്കെയാണ് പറയുന്നത് ഡോക്ടറെ? മനസ്സിന്റെ പുറമെ തെളിഞ്ഞ വെള്ളം, അടിയിൽ ചുഴിയാണ്. ചുഴിക്കിടയിൽ അതുണ്ട്. അത് കറുത്ത നിറമുള്ള അത് ഇതിങ്ങനെ നീന്തി കളിക്കുകയാണ്. വിഷമാണ്, ലഹരിയുള്ള കറുപ്പ്. ഞാനത് എല്ലാവർക്കും കൊടുക്കും. നീ യുവദാസിന്റെ പുനർജന്മമാണ്. പിതാവേ, നിങ്ങൾ ദൈവത്തിന്റെ പ്രതിപുരുഷൻ. ഞാൻ യൂദാസിന്റെ പുനർജന്മം. കേട്ടോ പുരോഹിത? യേശുവും യൂദാസും ഒരേ നാണയത്തിന്റെ രണ്ട് പുറങ്ങൾ. എല്ലാവരും കൊണ്ട് യൂദാസും യേശുവും. നീ ആശുപത്രിയിലേക്ക് പോകും. നിന്റെ അസുഖം മാറും. അസുഖം മാറട്ടെ. ആർക്കാണ് അസുഖം? ആദ്യം ഈ സമൂഹത്തിന്റെ രോഗം പറ്റും. എന്നിട്ടല്ലേ ഇവിടെ
ഉപദ്രവിക്കരുത്. ഞാൻ പറയുന്നത് കേൾക്ക്. താനൊരു ചുക്കും പറയണ്ട. തന്റെ വേലയൊക്കെ ഞങ്ങൾക്ക് നല്ല ഇവനുള്ളത് നമ്മൾ പിന്നെ കോർത്തോളൂ. വിട്, എന്നെ വിട്. നീ എന്റെ മകനല്ല. മോനെ, എനിക്കിവനെ അറിയില്ല. ഏതോ വഴിപോക്കനാ. സ്വബോധമില്ലാതെ തെണ്ടി. വിടാനല്ലേ പറഞ്ഞത്? അപ്പോൾ നീ അമ്മച്ചിയുടെ മകനല്ല. നിന്നെ ഇങ്ങോട്ട് അയച്ചവരെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എന്നെ നിങ്ങൾക്ക് ശരിക്കറിയില്ല. തിരുബലി അർപ്പിക്കുന്ന കൈയായത് ഇതുയർത്തി നിനക്കൊക്കെ തരാനും മേടിക്കില്ല. മേലിൽ ഈ അമ്മച്ചിയുടെ മുമ്പിൽ വന്നു പോകരുത്. അമ്മച്ചി വിഷമിക്കണ്ട, ഞാനുണ്ട് ഇവിടെ. അമ്മച്ചി ആരും ഉപദ്രവിക്കില്ല. തോമസ് ജോസഫ്, കോടതിയിൽ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. തോമസ്, നിന്റെ കൈകളിൽ രക്തക്കറയുണ്ടോ? ഇല്ല, എൻ്റെ കൈകൾ ശുദ്ധമാണ്. ഇത് ഏത് കോടതിയാണെന്ന് അറിയാമോ? മനസാക്ഷിയുടെ കോടതി. ജോസഫ്, നീ എപ്പോഴെങ്കിലും എന്തെങ്കിലും പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ ആരെയും ഇതുവരെയും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല. എന്നിട്ടും നിന്റെ മേൽ ഇത്രയും കുറ്റങ്ങൾ ചാർത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ് തോമസ്? ഒരു കാര്യം എനിക്കറിയാം. ഈ കപട ലോകത്ത് കാപട്യമില്ലായ്മ ഒരു കുറ്റമാണ്. നിഷ്കളങ്കൻ ചോദ്യം ചെയ്യപ്പെടും. ആത്മാർത്ഥത എന്നത് ശിക്ഷയർഹിക്കുന്ന കുറ്റമായി തീരും. തോമസ് ജോസഫ്, എന്നുമെന്നും പാവങ്ങൾക്ക് വേണ്ടി ദുരിതമനുഭവിക്കാനും ദുഃഖിതനായി മാത്രം കഴിയാനും ഈ കോടതി നിന്നെ ശിക്ഷിച്ചിരിക്കുന്നു. മുൾക്കിരീടം ചൂടാൻ ഇതാ മറ്റൊരു ജന്മം കൂടി. ഈ സ്നേഹമാണ്, ദയയാണ്, അഗതികൾക്ക് ആശ്രയമാണ്. ഇത് ചതിയുടെയും വഞ്ചനയുടെയും മതക്കണ്ണിന്റെയും ലോകമാണ്. കരുതിയിരിക്കണം. തൽക്കാലം നീ ഉറങ്ങും. ഇവിടെ ചൂണ്ടകളുണ്ട്, അത് വിഴുങ്ങാതിരിക്കുക. മനസ്സിന്റെ ഭാരവാഹികളെ, ഈ കലാകാരന്മാരെ പരിചയപ്പെടുത്താൻ മനസ്സിന്റെ ഭാരവാഹികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചൂണ്ട നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു കൈയടിയുടെ കൊടുക്കാം. കൽക്കട്ട മഹാനഗരത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതാൻ പോകുന്നു. ആദ്യമായി കൽക്കട്ടയിലെ ഒരു മലയാളി നാടക സംവിധായിക ശ്രീമതി ശൈലജ പി ദാസ് മനസ്സിന്റെ ബാനറിൽ ചൂണ്ട 5 മിനിറ്റ് ഇവരെ പരിചയപ്പെടുത്താം. ആദ്യമായി സെക്രട്ടറി പ്രസിഡന്റ് ആദ്യമായി ആ ഡാൻസ് ചെയ്തവരെ ആദ്യമായി പരിചയപ്പെടുത്താം. മൈക്ക് സെക്രട്ടറിക്ക് കൈമാറുന്നു.
നമ്മളിതിനിവിടെ പരിപാടി നടത്തിയ അവരെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളത്. ആദ്യം ഡാൻസ് അവതരിപ്പിച്ചത്, അത് സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചത് മഞ്ജുഷ യഥാർത്ഥൻ. മഞ്ജുഷ യഥാർത്ഥനെ ഞാൻ ഈ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. മഞ്ജുഷ യഥാർത്ഥൻ സ്റ്റേജിലേക്ക് നിന്ന് വരണം. അഭിനയിച്ച ആൾക്കാർ കൂടെ എത്താം. മഞ്ജുഷ യഥാർത്ഥൻ നമുക്ക് വേണ്ടി ഇന്ന് ഡാൻസ് അവതരിപ്പിച്ചു. മഞ്ജുഷ യഥാർത്ഥൻ മാഡം വളരെ നന്നായിട്ട് പരിപാടി നടത്തി. സന്തോഷമുണ്ട്. നിങ്ങളുടെ കുട്ടികളെയൊക്കെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കുക, ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. മനസ്സ് ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നതിൽ വളരെയധികം സന്തോഷം. പിന്നെ നല്ലൊരു ടീമിനെ എനിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി കിട്ടി, അത് ഏറ്റവും വലിയ സന്തോഷം. സോ മൈ ഡ്യൂട്ടി ഇന്ന് ഇവരെ പരിചയപ്പെടുത്തുക എന്നാണ്. ഇതിലെ 3.5 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഞങ്ങളെ ലിറ്റിൽ സ്റ്റാർ. ദേവശ്രീ രാകേഷ്. ദേവരാഗ് രാകേഷ്. മിൻസ മനീഷ്. അദ്വൈതൻ നോബിൻ. സ്വരൂപ യഥാർത്ഥൻ. ഗീത വേണുഗോപാൽ. രേഖ സുധാകരൻ. സവിത രതീഷ്. രമ്യ മനീഷ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞങ്ങളെ ആങ്കർ അനിത എം കുര്യൻ. സുഭാഷ് Thank you so much. Thank you. നമ്മുടെ ചൂണ്ട ടീമിനെ പരിചയപ്പെടുത്താൻ സെക്രട്ടറിയോട് ക്ഷണിക്കുന്നു. അതിഗംഭീരമായ ഒരു നാടകം ശ്രീമതി ശൈലജ ടീച്ചറും ടീമും കൂടെ നമുക്കിവിടെ അവതരിപ്പിച്ചു. ഒരുപാട് ചിന്തിക്കാനും നമുക്ക് ഓർക്കാനും ഒക്കെയുള്ള ചില മുഹൂർത്തങ്ങളെല്ലാം നമുക്ക് സമ്മാനിച്ചതിന് ടീമിന് ഞങ്ങളുടെ ഹാർട്ടിയസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് അവർ സിൻസിയർ താങ്ക്സ് ഫ്രം മനസ് സൈഡ് ടു ദി ചൂണ്ട ടീം. താങ്ക് യു വെരി മച്ച്. ഞാൻ ശ്രീമതി ശൈലജ ടീച്ചറെ മുന്നോട്ടേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഞാൻ ടീച്ചറോട് മറ്റുള്ള ടീം മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തുവാനായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ വേദി ഒരുക്കി തന്ന മനസ് കൽക്കട്ടയ്ക്ക് എൻ്റെ അകൈതവുമായി നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ചൂണ്ട ടീം, എൻ്റെ ചൂണ്ട ഫാമിലി, എൻ്റെ കുടുംബം, അവരെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ആദ്യമായി നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഫാദർ തോമസ് ആയി അവതരിപ്പിച്ചത് ടി.കെ. കുര്യൻ, മിസ്റ്റർ എം.കെ. മേനോനായി അവതരിപ്പിച്ചത് ജോണി ജോർജ്, where is he? Please come fast. Okay. Next, ഫൈസൽ മുഹമ്മദായി അഭിനയിച്ചത് പി.ജി.കെ. നായർ.
ആദ്യത്തെ സീനിലെ 2 കപ്പ്യാർ, അതായത് ആൾട്ടർ ബോയ്സ് അവതരിപ്പിച്ചത് സി നാരായണൻ ആൻഡ് NP വാസുദേവൻ. അടുത്തതായി എല്ലാ സീനിലും നിറഞ്ഞു നിന്ന ചാക്കോ ആയിട്ട് അവതരിപ്പിച്ചത് ഹരിദാസ് KK. ഫാദറിന്റെ അച്ഛനായി അവതരിപ്പിച്ചത് സുരേഷ് കുമാർ. നമ്മുടെ 2 കള്ളുകുടിയന്മാരുണ്ടായിരുന്നു. രംഗം അതിഗംഭീരമാക്കിയ ദിനേശൻ ആൻഡ് ഹരി. നമ്മുടെ ചൂണ്ട ഇട്ട് നമ്മളെ എല്ലാം വട്ടം കറക്കിയ പ്രഭാകരൻ, വേണു മന്നാടിയാർ. ജോണി നെക്സ്റ്റ് നമുക്ക് മാലാഖ കുട്ടികളായിട്ട് കുറെ പെൺകുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരോരോരുത്തരായിട്ട് വിളിക്കുന്ന ആദ്യത്തെ മാലാഖ പ്രണയിനി, പ്രണയം വിതറിക്കൊണ്ട് ശ്രീഷ്മ ബാലകൃഷ്ണൻ ഫോർവേഡ്. അമ്മു സുധാകരൻ, അങ്ങോട്ടേക്ക് നിന്നോ. അമ്മു സുധാകരൻ. നയന നാരായണൻ. ചൈതാലി മനു. സിന്ധു ഋഷി. ശ്രീജ ഹരിദാസ്. സോറി ശ്രീജ കൃഷ്ണൻ. റിയലി സോറി. ശ്രീജ കൃഷ്ണദാസ്. നമ്മുടെ ഡോക്ടർ ഇന്ദുമതി. അമ്പിളി മോഹൻ. രണ്ട് പോലീസുകാരുടെ വേഷമിട്ടത് നമ്മുടെ ആദ്യത്തെ ഇൻസ്പെക്ടർ എവിടെ, വിജയ് ജോസഫ്. ഒരു പുതിയ റോഡ് കിട്ടിയതാണ് ജോസഫിന്, ഗംഭീരമാക്കി. 2 പോലീസ് അസിസ്റ്റന്റ് പോലീസുകൾ ഉണ്ടായിരുന്നു, VG സജികുമാർ ആൻഡ് ജിതിൻ ജെയിംസ്. ജിതിൻ ജെയിംസ് ആദ്യമായിട്ടാണ് ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത്. ഓക്കെ, കൊടുക്കും, ആര് കൊടുത്താൽ കുഴപ്പമില്ല. ഇനി നമുക്ക് ജഡ്ജിന്റെ ശബ്ദം നൽകിയത് ആരാണെന്ന് അറിയില്ലേ? നമ്മുടെ എല്ലാം ഭാവ നടനായ വിജയൻ വെള്ളിനേഴി. അത് പിന്നെ പറയണല്ലോ, എന്റെ മരുമകനല്ലേ. ഓക്കെ. ലൈറ്റ് സുജിത് കുമാർ. മ്യൂസിക് ലൈറ്റ് മണികണ്ഠനും എന്റെ മരുമകനാണ്. സെറ്റിന്റെ നമുക്ക് ഈ സെറ്റ് പ്രൊവൈഡ് ചെയ്തു തന്നത് ദത്ത ബ്രദേഴ്സ്. ഫ്ലോർ മാനേജർ മണി മെനാഥ്, സജി കുമാർ. ശബ്ദരേഖ മിസ്റ്റർ ജോണി ജോർജ്, പുതിയ ശബ്ദം. ഈ പാട്ട് ഇതിനു വേണ്ടി ലിറിക്സ് എഴുതിയത് ഇതിൻ്റെ തന്നെ നാടകകർത്താവായ രാജൻ തിരുവോത്താണ്. ഇതിന് മ്യൂസിക് കൊടുത്തത് വിജയ് ജോസഫ്. അതിന് ആലാപനമാണ് വിജയ് ജോസഫ്. പിന്നെ മ്യൂസിക് കൊടുത്തത് സുജിത് കുമാർ. സോറി, ശ്രീജ കൃഷ്ണദാസ് ആക്ച്വലായിട്ട് അഭിനയിച്ചത് ലളിത എന്ന ക്യാരക്ടറാണ്. ഓക്കെ, സോറി, തെറ്റിപ്പോയി. ആകെപ്പാടെ ഒരു ടെൻഷനിലായിരുന്നു. പിന്നെ നമുക്ക് എല്ലാ സമയത്തും പേടിക്കേണ്ട, ടീച്ചറെ ഇത് നമുക്ക് ഗംഭീരമാക്കാം എന്ന് എല്ലായ്പ്പോഴും സപ്പോർട്ട് ചെയ്തെന്ന ഒരു വ്യക്തിയുണ്ട്. യെസ്, സുധാകരൻ പുളിയത്ത്. തരും, അവർ തരും, ഇല്ലെങ്കിൽ തന്നെ പൂ പിടിച്ചോളൂ. ഓക്കെ, പൂവുണ്ടോ?
ഓക്കെ. എനിക്ക് തോന്നുന്നു ഞാനും വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഈ നാടകത്തെക്കുറിച്ചും ഈ നാടകത്തിൻ്റെ അഭിപ്രായം പറയാൻ ഞാൻ വിജയൻ വെള്ളിനേഴിയെ ക്ഷണിക്കുന്നു. 2 വാക്ക് പറയും പ്ലീസ്. വല്ലാത്തൊരു പണിയാണ് തന്ന ടീച്ചർ അമ്മായി. സോറി. നാടകം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ നാടകത്തിനെ പറ്റിയിട്ട് വിലയിരുത്തൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ 4 മാസമായി ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിച്ചവരാണ് ഇവരൊക്കെ നിൽക്കുന്നത് എല്ലാവരും. അത് ഫ്ലോർ മാനേജേഴ്സ് മുതൽ മ്യൂസിക്, ലൈറ്റ്, സെറ്റ്, അതുകൂടാതെ ഇതിനു വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ചെയ്തു തന്നത് ചായയായാലും എന്തൊക്കെയായാലും അവരെല്ലാവരും അഭിനയിച്ച ഓരോരുത്തരും മത്സരിച്ച് അഭിനയിച്ചു. അവരെ അതിന് നേതൃത്വം നൽകിയത് എന്നൊരു ചരിത്ര മുഹൂർത്തമാണ് മലയാള നാടകവേദിയെ സംബന്ധിച്ചിടത്തോളം എന്ന് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് നമുക്കെല്ലാം പ്രിയങ്കരിയായ അഭിനേത്രി, ഗായിക, പിന്നെ ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് 40 കുട്ടികളോ 45 കുട്ടികളോ നയിക്കുന്ന ജോലി ടീച്ചർക്ക് നന്നായി അറിയാം. അത് അത്യപൂർവമായിട്ട് അത്യുത്സാഹത്തോടെ ഇവരെല്ലാവരെയും നയിച്ചു. കാരണം നമ്മൾ പറയുന്നുണ്ട്, സംഘടിപ്പിക്കുന്നതിലല്ല നയിക്കുന്നതിലാണ് നൈപുണ്യമെന്ന്. ടീച്ചർ ശരിക്കും ആ നയിച്ചുകൊണ്ട് തന്നെ നൈപുണ്യം കാണിച്ചിട്ടുണ്ട്. അതിമനോഹരമായി എല്ലാവരും അഭിനയിച്ചു, എല്ലാവരും നന്നായി അഭിനയിച്ചു. പിന്നെ ടീച്ചറെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതിലെല്ലാം പോയിട്ട് അതിൻ്റെ ഒരു ഭാഗമാകാൻ, ആ ചരിത്ര മിഷൻ്റെ ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഇതിനെ വേദിയൊരുക്കി തന്ന മനസ്സിൻ്റെ വലിയ മനസ്സിനോട് ഇത്രയും പേർക്ക് വേണ്ടി ഞാൻ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവർക്ക് വേണ്ടി. കാരണം മനസ്സിൻ്റെ വലിയ മനസ്സാണ് ഇതുപോലുള്ള ഒരു പുതിയ സംവിധായകയെ ഇത്രയും 25ാം വാർഷികത്തിൽ ഇങ്ങനെയൊരു ദൗത്യമേൽപ്പിക്കുന്നതെന്നുള്ളത്. അതിന് സാഹസം കാണിച്ച മനസ്സിനോട് ഇവർക്ക് വേണ്ടി, ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടി, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവരെല്ലാവരും, ആരെങ്കിലും പേര് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞങ്ങൾ കഴിയുന്നതും വിടാതെ എല്ലാവരെയും നോക്കി. അജയേട്ടൻ്റെ പേര് പറഞ്ഞോ എനിക്കറിയില്ല, ഉണ്ടായിരുന്നു പുള്ളിയും ഒക്കെ. ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ട് ലൈറ്റ് ഇടയ്ക്ക് വിളിച്ച് പറയും, വിജയ് ഫോൺ ചെയ്ത് പറയും സൗണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ സുധാരേട്ടൻ പറയും അവിടെ പോയി സൗണ്ട് പോകുന്നില്ല. ഇതെല്ലാം ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും വളരെ നന്നായി ഇതിനു വേണ്ടി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളെല്ലാവരോടും വളരെ നന്ദി, നമസ്കാരം. ഓവർ ടു ടീച്ചർ. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്നെ ഈ ദൗത്യത്തിന് തിരഞ്ഞെടുത്ത മിസ്റ്റർ NP നായർ, എന്നിൽ വിശ്വാസം അർപ്പിച്ച് ഈ ദൗത്യത്തിന് എന്നെ ഏൽപ്പിച്ച മിസ്റ്റർ NP നായരോടും അതുപോലെ തന്നെ മനസ്സിൻ്റെ ഭാരവാഹികളോടും എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എനിക്ക് ധൈര്യം തരാൻ വേണ്ടി പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഒരൊറ്റ ടിക്കറ്റ് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എൻ്റെ മോള് ഇന്നലെ രാവിലെ ഇവിടെ പറന്നെത്തി പറഞ്ഞാൽ പറന്നെത്തി. മറ്റന്നാൾ പോവുകയാണ് അവളെ യൂട്യൂബ് ചാനലിൽ എനിക്ക് തോന്നുന്നത് അത് ഇത് ചെയ്തു തോന്നുന്നു, ലൈവായിട്ടിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ എല്ലാവരും കാണാത്തവർക്ക് അത് ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ തന്ന ഓരോ പ്രോത്സാഹനത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഈ എന്താ പറയുക, ചൂണ്ട ഫാമിലിയോടും ശരത് സദനോടും എന്നോട് കൂടെ പ്രവർത്തിച്ച എല്ലാ അംഗങ്ങളോടും ഓരോരുത്തരും ഞാൻ പ്രത്യേകം പത്യം പറയുന്നില്ല. എല്ലാവർക്കും ഇതിനു വേണ്ടി ഓരോരുത്തരും വിളിച്ച് നാട്ടിൽ നിന്നും ഗോപിനാഥ് സാറും എല്ലാവരും വിളിച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ടീച്ചർ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഇത് സക്സസ് ആവും. സക്സസ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ലാത്ത നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഒരു ഫോട്ടോ ओके, जल्दी करो. I request Mr. NP Nair and Subhash and മനസ്സിൻ്റെ എല്ലാ ഭാരവാഹികളോടും സ്റ്റേജിലേക്ക് വരാൻ ക്ഷണിക്കുകയാണ്. വേഗം 3 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു കർട്ടനിടും, നമുക്ക് ലൈറ്റെല്ലാം ഓഫാവും. ഈ നാടകത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും വരൂ. അജയേട്ടൻ, എല്ലാവരും. മണിമേനാഥ് പ്ലീസ് കം. എല്ലാവരും, കുട്ടികളെല്ലാവരും വരും. എല്ലാവരും പെട്ടെന്ന് ക്വിക്ക് ഫോട്ടോഗ്രാഫ് പ്ലീസ് കം. സുഭാഷ് ചേട്ടൻ ഉണ്ടല്ലോ. എല്ലാവരും വേഗം വരൂ. ഓക്കെ.
Madam, quickly. Okay, thank you. Super.